അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എന്താണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നുകൂടി പറയാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അറിവുകൾ പഠിച്ച് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതും ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള ഇബാദത്താണ്. ഒരാൾ ഒരു മതം അറിവ് പഠിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നവർ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന നിരവധിയായ ഹദീസുകളുണ്ട്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് മതപരമായ അറിവ് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പരിമിതികൾ നമ്മുടെ മതപരമായ വയല് പോലെയുള്ളവ കേൾക്കുന്നതിന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മതവിജ്ഞാന വേദി എന്ന നിലയിലാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള അറിവുകൾ വല്ലതുമുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക മുതലായവ ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന മുഖവുരയോടു കൂടെയാണ് ഞങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നത്. ഈ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാം. ഹാജിമാർ ഹജ്ജിന് പോകുന്ന ഒരുക്കത്തിലും തയ്യാറെടുപ്പിലുമാണ്. പരിശുദ്ധ മക്കയിൽ ചെന്ന് ഹജ്ജ് ചെയ്യുക എന്നത് ഏതൊരു വിശ്വാസിയുടെയും ആത്മീയമായ അഭിലാഷവും ലക്ഷ്യവും പ്രാർത്ഥനയുമാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, മനുഷ്യർ അള്ളാഹുവിന് വേണ്ടി കഅബയിൽ ചെന്ന് ഹജ്ജ് ചെയ്യേണ്ടതുണ്ട്, വഴിയാലും മറ്റും കഴിവുള്ളവർ. ഭക്ഷണം, വാഹനം ഇതൊക്കെ ചിലവ് കഴിച്ച് ബാക്കിയാവണം. കടവും തീരണം. പോകാനും വരാനും ചെലവിനുള്ള തുക വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മനുഷ്യരെ, നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാണ്, അത് ചെയ്യുവിൻ. ഹജ്ജിൽ അനാവശ്യമോ അസഭ്യമോ അരുത്, പാപവും പാടില്ല. ആ നിലക്ക് ചെയ്താൽ അയാൾ തൻ്റെ ഉമ്മ പെറ്റ ദിവസം പോലെ പാപങ്ങളിൽ നിന്ന് ശുദ്ധമാകും. ഒരു ഉംറ അടുത്ത ഉംറ വരെയുള്ള പാപങ്ങളെ പൊറുപ്പിക്കും. സ്വീകാര്യമായ ഹജ്ജിന് പ്രതിഫലം സ്വർഗം മാത്രമാണ്. മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്, അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി ഹജ്ജ് ചെയ്താൽ മുൻ പാപങ്ങളും പിൻ പാപങ്ങളും പൊറുക്കപ്പെടും. അവൻ പ്രാർത്ഥിച്ചവർക്ക് ശുപാർശ കിട്ടും. മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്, വല്ലവനും തൻ്റെ ഹജ്ജ് നിർവഹിച്ചാൽ മുസ്ലിങ്ങൾ അയാളുടെ കൈകളിൽ നിന്നും നാവിൽ നിന്നും സുരക്ഷിതമാണെങ്കിൽ അയാളുടെ മുൻപാപവും പിൻപാപവും പൊറുക്കും. മറ്റൊന്ന്, ഹജ്ജ് ചെയ്യുവിൻ, അത് പാപങ്ങൾ കഴുകിക്കളയും, അഴുക്കുകളെ വെള്ളം കഴുകുന്നത് പോലെ. മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്, വല്ലവനും കഅബയിലെത്താൻ ഭക്ഷണവും വാഹനവും കിട്ടി, എന്നിട്ടവൻ ഹജ്ജ് ചെയ്തില്ല എങ്കിൽ അയാൾ ജൂതനോ ക്രൈസ്തവനോ ആയി മരിക്കും. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പട്ടണങ്ങളിലേക്ക് ചിലരെ വിടാൻ ഞാൻ ആലോചിച്ചു. കഴിവുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാത്തവരെ കണ്ടെത്തി അവർക്ക് ജസിയ എന്ന് പറയുന്ന നികുതി ചുമത്താൻ. അവർ മുസ്ലിങ്ങളല്ല. സയ്യിദ് പറയുന്നു, എൻ്റെ അയൽവാസിയായ ധനികൻ ഹജ്ജ് ചെയ്യാതെ മരിച്ചു. തന്മൂലം ഞാൻ അയാളുടെ മയ്യിത്ത് നിസ്കരിച്ചിട്ടില്ല. ഇമാം യാഫി പറയുന്നു, ഒരു സംഘം കച്ചവടക്കാർ ഹജ്ജിന് പുറപ്പെട്ടു. കപ്പലിലാണ് യാത്ര പോകുന്നത്. നടുക്കടലിൽ കപ്പൽ തകർന്നു. ഒരാൾ പലകയിൽ കരക്കണഞ്ഞു. അയാളുടെ 50,000-ലധികം രൂപ വില വരുന്ന ചരക്ക് വെള്ളത്തിലായിരുന്നു. പക്ഷേ അതൊന്നും നോക്കാതെ അയാൾ മക്കയിലെത്താൻ ധൃതിപ്പെട്ടു. ആളുകൾ പറഞ്ഞു, തിരക്ക് കൂട്ടണ്ട, ഹജ്ജിന് സമയമായില്ല, ചിലപ്പോൾ ചരക്കുകൾ വെള്ളത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ കഴിയും, എന്നിട്ട് പോകാം. അയാൾ പറഞ്ഞു, അള്ളാഹുവാണ് സത്യം,
ദുനിയാവും അതിലുള്ള മുഴുവൻ കിട്ടിയാലും ഞാൻ ഹജ്ജിനേക്കാളും അവിടെ കൂടുന്ന ഔലിയാക്കളുടെ ദുആയേക്കാളും അതിന് മുൻഗണന നൽകുകയില്ല. എനിക്കു വേഗം പോകണം. എൻ്റെ മുൻ അനുഭവങ്ങൾ അതാണ് പഠിപ്പിച്ചത്. ഞാനൊരിക്കൽ ഹജ്ജിന് പോവുകയായിരുന്നു. എനിക്ക് കഠിനമായ ദാഹമുണ്ടായി. കാഫിലയിൽ വെള്ളം തീർന്നിരിക്കുന്നു. ഞാൻ പലരോടും ചോദിച്ചു, കിട്ടിയില്ല. കാഫിലയിൽ എല്ലാവരും ദാഹിച്ചു വലഞ്ഞു. ഞാൻ തിരിഞ്ഞു നടക്കുന്നതിനിടയിൽ ഒരു ഫക്കീറിനെ കണ്ടുമുട്ടി. ചപ്രിച്ച തലയും മെലിഞ്ഞ ശരീരവും നീണ്ട താടിയുമുള്ള ഒരു അർദ്ധനഗ്നൻ. തലപ്പാവും ഒരു തുണിയും മാത്രമാണ് ധരിച്ചിട്ടുള്ളത്. കീറിപ്പറഞ്ഞ തുണിയാണ്. നെറ്റിയിൽ നിസ്കാരമുദ്രയുണ്ട്. അദ്ദേഹം തൻ്റെ വടി ഒരു കുഴിയിൽ ചാരി വെച്ചിരിക്കുന്നു. വടിയുടെ കടക്കൽ നിന്ന് ജലം ഉറവ് പൊട്ടി കുഴിയിലേക്ക് ഒഴുകുന്നു. പരമ ശുദ്ധജലം. ഞാൻ ചെന്ന് വയറ് നിറയെ കുടിച്ചു. പിന്നെ പാത്രം നിറച്ചു. എൻ്റെ കാഫിലക്കാർക്കും ഞാൻ വിവരം കൊടുത്തു. അവരൊക്കെ വന്ന് ഇഷ്ടം പോലെ ജലമെടുത്തു. ഈ അനുഭവങ്ങൾ ഉള്ളവർ ആരെങ്കിലും ഇത്തരം സുവർണാവസരം പാഴാക്കുമോ? അലിയുൽ മുവാഫിഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ 60 തവണ ഹജ്ജ് ചെയ്തു. ഒടുവിൽ മക്കയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എത്ര കാലമാണ് ഇങ്ങനെ കുന്നും മലയും കാടും തരണം ചെയ്യുന്നത്? പിന്നെ ഞാനൊന്ന് ഉറങ്ങി. ഉടനെ ഒരു സ്വപ്നം കണ്ടു. ഒരാൾ പറഞ്ഞു, അലിയുൽ മുവഫിക്കെ, നീ നിന്റെ വീട്ടിലേക്ക് നിനക്കിഷ്ടമുള്ളവരെ അല്ലാതെ ക്ഷണിക്കുമോ? സ്വാഗതം. അള്ളാഹു തനിക്ക് പ്രിയപ്പെട്ടവരെ മാത്രം തൻ്റെ ഭവനത്തിലേക്ക്, അതായത് പരമോന്നത സ്ഥാനത്തേക്ക് ക്ഷണിക്കുന്നു. ആ ക്ഷണം സ്വീകരിക്കാൻ നീ ഒരുക്കമല്ലേ എന്നാണ് സ്വപ്നത്തിൽ ചോദ്യമുണ്ടായത്. അബ്ദുല്ലാഹിൽ ജഹൂരി പറയുന്നു, ഞാനൊരിക്കൽ അറഫയിൽ നിൽക്കുകയാണ്. രാവിൻ്റെ അവസാന യാമങ്ങളിൽ ഞാനൊരു സ്വപ്നം കണ്ടു. 2 മലക്കുകൾ വന്നിരിക്കുന്നു. ഒരു മലക്ക് മറ്റേ മലക്കിനോട് ചോദിച്ചു, ഈ വർഷം എത്ര പേർ ഹജ്ജ് ചെയ്തു? 6 ലക്ഷം പേർ. മറ്റേ മലക്ക് കൃത്യമായി പറഞ്ഞു. അതിൽ എത്ര പേരുടെ ഹജ്ജ് സ്വീകാര്യമായി? വെറും 6 പേരുടേത് മാത്രം. ഇത് കേട്ടപ്പോൾ എനിക്ക് കവിളത്തടിച്ച് ഉറക്കെ അലറാൻ തോന്നി. ഒരു മലക്ക് മറ്റേ മലക്കിനോട് ചോദിച്ചു, മറ്റുള്ളവരുടെ ഹജ്ജൊക്കെ എന്തായി? അള്ളാഹു അവരെ കടാക്ഷിച്ചു. 6 ഓരോരുത്തർക്കും ഓരോ ലക്ഷത്തെ രക്ഷിക്കാൻ അള്ളാഹു അനുവദിച്ചു. അങ്ങനെ 6 ആളുടെ പുണ്യം 6 ലക്ഷം പേരുടെയും ഹജ്ജ് സ്വീകാര്യ യോഗ്യമാക്കി തീർത്തു. മഹത്തായ ഔദാര്യം. ദുആമുൽ മിസ്രി പറയുന്നു, കഅബയുടെ സമീപം ഒരു ഫക്കീർ നിന്ന് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. അറ്റമില്ലാത്ത നിസ്കാരമാണ്. റുക്കൂകളും സുജൂദുകളും നീണ്ടു പോയി. ഞാൻ അത്ഭുതപ്പെട്ട് അടുത്തു ചെന്നു. ഒരിക്കൽ താൻ സലാം വീട്ടിയപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെത്ര നീളം? ഫക്കീർ പറഞ്ഞു, നിർത്താൻ അനുമതി കിട്ടുവോളം. പിന്നെയും അത് തുടർന്നു. ഞാൻ നോക്കി നിന്നു. അതാ ഒരു കടലാസ് തുണ്ട് വീഴുന്നു. ഞാൻ ചെന്ന് നോക്കുമ്പോൾ അതിലിങ്ങനെ എഴുതിയിരിക്കുന്നു, മതി, നിർത്തുവോ? മുൻ പാപങ്ങളും പാപങ്ങളുമെല്ലാം ഞാൻ പൊറുത്തു കഴിഞ്ഞു. ഫക്കീർ പുഞ്ചിരിച്ച് സ്ഥലം വിട്ടു. മുക്കല്ലഫും സ്വതന്ത്രനും സ്വത്ത് വിറ്റാണെങ്കിലും ഭക്ഷണവും വാഹനമുള്ളവനുമായ ഏതൊരു മുസ്ലിമിനും ആയുസ്സിലൊരിക്കൽ ഹജ്ജും ഉംറയും അനിവാര്യമാണ്. പോകാനും വരാനുമുള്ള ചിലവിൻ്റെ കാശും വേണം. അവധിയുള്ളതാണെങ്കിലും കടം വീട്ടാനും കഴിവുണ്ടാകണം. അല്ലെങ്കിൽ മടങ്ങി വരുന്നത് വരെ അവധി വാങ്ങുകയും വന്നാൽ വീട്ടുമെന്ന് തീരുമാനിക്കുകയും വേണം. ഈ കഴിവെല്ലാം സമ്മേളിച്ചും ഹജ്ജ് ചെയ്യാത്തവർ പാപിയാണ്. ഇക്കാലത്ത് പലരും ഹജ്ജിന് പോകുന്നത് ഒരു ഹജ്ജിൻ്റെ പവിത്രതയോ വിശുദ്ധിയോ പാലിക്കാതെ ഹജ്ജും ഉംറയും എന്ന പേരിൽ ടൂറ് പോകാറുണ്ട്. ഉംറ വ്യാപകമായ ടൂറായി മാറിയിരിക്കുന്നു. ഹജ്ജ് പോലെ തന്നെ പരിശുദ്ധ ഹറമിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഓരോ വ്യക്തിയും ഉംറയ്ക്ക് പോകുന്നത്.
ആ സമയത്ത് നമ്മുടെ മനസ്സ്, ശരീരം എല്ലാം തന്നെ, ചിന്താഗതികൾ എല്ലാം തന്നെ പവിത്രമാകണം. ഈ ഉംറയ്ക്ക് എന്ന പേരിൽ പോയി വരുന്ന പലരുടെയും, അതായത് ചില പണ്ഡിതന്മാർ അമീറായി പോകുന്ന ഈ ഉംറ ഗ്രൂപ്പുകളിൽ പോകുന്ന പലരും നാട്ടിലെത്തി പറയുന്ന കഥകൾ കേൾക്കുമ്പോൾ വലിയ ഞെട്ടലാണ് നമുക്ക് ഉളവായിക്കൊണ്ടിരിക്കുന്നത്. പലരും പല സ്ത്രീകളെയും കൊണ്ട് ഉംറയ്ക്ക് പോവുകയും അവിടെ വെച്ച് അനാശാസ്യ പ്രവർത്തികളിൽ ഇടപെടുകയും അത് തിരികെ നാട്ടിലെത്തുമ്പോൾ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായി പരിഹാസ കഥാപാത്രമായി മാറുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ ഹജ്ജാണെങ്കിലും ഉംറയാണെങ്കിലും പരിശുദ്ധ മക്ക എന്നത് തന്നെ ഏറ്റവും പവിത്രമായ സ്ഥലമായി കണക്കാക്കേണ്ടതാണ്. വമൻ യുവല്ലിൻ ശആയിറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ആരെങ്കിലും അള്ളാഹുവിൻ്റെ ഷിയാറുകളെ ബഹുമാനിച്ചാൽ അത് മനസ്സിൻ്റെ തഖ്വയിൽപ്പെട്ടതാണ് എന്നാണ് ഹജ്ജിനെ കുറിച്ചുള്ള ഹജ്ജിൻ്റെ സൂറത്തിൽ അള്ളാഹു പ്രത്യേകമായി പറഞ്ഞത്. അതിൽ പെട്ടതാണ് ഈ പറയപ്പെട്ട വിധത്തിലുള്ള ഹറമും അതിൻ്റെ പരിസര പ്രദേശങ്ങളും. ഒരു നബിവചനത്തെ അടിസ്ഥാനമാക്കി ചില മുഫസ്സിറുകൾ പറയുന്നു, ഹറമിൽ വെച്ച് ഒരാൾ തൻ്റെ ജോലിക്കാരനെ ശകാരിക്കുന്നത് പോലും വേദനാജനകമുള്ള ശിക്ഷയുള്ള അക്രമമാണ്. ഷെയ്ഖ് ഇബ്നു ഹജർ തങ്ങൾ എടുത്തു കാണിക്കുന്നു, സുന്ദരൻ, സുമുഖൻ, തെറ്റ് ചെയ്യാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നവൻ, ഇങ്ങനെയുള്ള ഒരു നല്ല മനുഷ്യൻ യാദൃശികമായി ഒരു തെറ്റ് ചെയ്തു. ഹജറുൽ അസ്വദിൻ്റെ അടുക്കൽ വെച്ച് തിക്കിത്തിരക്കുന്നതിനിടയിൽ കയ്യിൽ കിട്ടിയത് ഒരു സുന്ദരിയായ സ്ത്രീയെ ആയിരുന്നു. ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്നതിന് പകരം അവരെ പിടിച്ച് ചുംബിച്ചു. ഫലമോ ഭീകരമായിരുന്നു. രൂപഭാവാദികളിലും ഭൗതികമായും ശാരീരികമായും അറപ്പും വെറുപ്പും തോന്നുന്ന ഒരു ബീഭത്സരൂപിയായി ആ മനുഷ്യൻ മാറി. മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ വരുന്നു, മക്കയിൽ ഒരു കാലത്ത് ഏറ്റവും വലിയ ഒരു സുന്ദരി ഉണ്ടായിരുന്നു, ഞായില. അവള് മിക്ക ദിവസങ്ങളിലും എന്ന പോലെ കഅബൻ തവാഫിന് വരുമായിരുന്നു. അവൾ തവാഫ് ചെയ്യാൻ വന്നുകൊണ്ടിരുന്നത് അർദ്ധനഗ്നയായോ അല്ലെങ്കിൽ പൂർണ്ണമായും നഗ്നയായോ ആയിരുന്നു. അവളുടെ ആ നഗ്ന സുന്ദര ശരീരം കാണുന്നതിന് അവളുടെ കൂടെ 100 കണക്കിന് പേര് തവാഫിന് വരികയും ചെയ്യുമായിരുന്നത്രേ. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവൾക്ക് ഈ യുവാക്കളെ ഒന്നും കണ്ണിന് പിടിച്ചില്ല. അവളും അവളുടെ തോഴിമാരും വരും പോകും. അക്കാലത്ത് അസാഫ് എന്ന സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. അയാൾ ഞായിലയെ നോട്ടമിട്ടു. തവാഫ് ചെയ്യുമ്പോൾ ഇവർ പരസ്പരം പ്രേമിക്കാൻ തുടങ്ങി. കണ്ണുകൊണ്ട് നോക്കി, പിന്നെ നുള്ളി, ഒടുവിൽ അടുത്ത് ചേർന്ന് നിന്നു. അവസാനം അവർ കഅബയിലേക്ക് ഉള്ളിലേക്ക് പതുങ്ങിക്കയറി അതിനുള്ളിൽ നിന്ന് വ്യഭിചരിച്ചു. പരസ്പരം ഇഴുകിച്ചേർന്ന അവരെ അള്ളാഹു കല്ലാക്കി മാറ്റി എന്നതാണ് ചരിത്രപ്രസിദ്ധമായ കഥ. ഈ കഥകളെല്ലാം തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് മക്ക വ്യഭിചാരത്തിന് പറ്റിയ കേന്ദ്രമല്ല. സ്ത്രീയും പുരുഷനും സമ്പർക്കമുണ്ടാവുക എന്നത് തന്നെ ഹജ്ജിൻ്റെ വേളയിൽ ഏറ്റവും വലിയ പാപമാണ്. ഈ അവസരം കിട്ടുന്നത് മുതലെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ചില സ്ത്രീകളും അമീറന്മാരായി പോകുന്നവരും ഇത് വലിയൊരു അവസരമായി തിരഞ്ഞെടുക്കുന്നു. ഒരു സ്ത്രീക്ക് ഹജ്ജിനോ ഉംറക്കോ പോകണമെങ്കിൽ അവളുടെ കൂടെ അവരുടെ ഭർത്താവോ അവരുടെ മഹ്റമായ, അതായത് വിവാഹബന്ധം ഹറാമായ ആരെങ്കിലും കൂടെ ഉണ്ടാകണം എന്നത് നിർബന്ധമാണ്. അതില്ലാതെ പോകുന്നതാണ്
ഈ കുഴപ്പത്തിനെല്ലാം കാരണമായി വരുന്നത്. ഇങ്ങനെ പോകുന്ന സ്ത്രീകൾ തന്നെ അവരുടെ ഭർത്താക്കന്മാരുടെ വാക്കുകളെ വിശ്വസിക്കാതെ നമ്മുടെ ചില നാട്ടിലുള്ള പ്രഭാഷകരുടെ പ്രഭാഷണം അംഗീകരിച്ചുകൊണ്ട് ഭർത്താവിൻ്റെ വാക്കുകളേക്കാൾ അവരുടെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരെ സൽക്കരിക്കാൻ ഒരുങ്ങുന്നതാണ് ഈ കുഴപ്പത്തിനെല്ലാം കാരണമാകുന്നത്. ഇത് വലിയ അപകടത്തിലേക്കാണ് അവരെ നയിക്കുക. ഭർത്താവിൻ്റെ പണം നഷ്ടപ്പെടുത്തുന്നതിലുപരി അവർക്ക് ഈ പറയപ്പെട്ട രൂപത്തിൽ ഹജ്ജിൻ്റെയോ ഉംറയുടെയോ കൂലി കിട്ടേണ്ടതിന് പകരം കഠിനമായ ശിക്ഷയ്ക്കും നരകത്തിൽ കടക്കുന്നതിനും കാരണമാക്കുന്ന ഒരുപാട് സാലിഹത്തായ സ്ത്രീകൾ എന്ന് നമ്മൾ ചിന്തിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആദം നബി അലൈഹിസ്സലാം ഇന്ത്യയിൽ നിന്നും 1000 തവണ കാൽനടയായി ചെന്ന് ഹജ്ജ് ചെയ്തുവെന്ന് ഒരു റിപ്പോർട്ടിൽ പറയുന്നു. ഒരിക്കലും വാഹനത്തിൽ പോയില്ലത്രേ. എല്ലാ നബിമാരും ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ഹൂദ് നബിയും സാലിഹ് നബിയും ഒക്കെ ഹജ്ജ് ചെയ്തു. ഖാദി ഇയാദ് പറയുന്നു, മുസ്തനീറിലുള്ള സഅദിനോട് ചിലർ പറഞ്ഞു, ഒരാളെ പിടിച്ച് കിനാന ഗോത്രക്കാർ കൊന്നു, പിന്നെ തീയിലിട്ടു. ചുട്ടുകരിക്കാൻ ദുഷ്ടന്മാർ എല്ലാവരും കൂടി ശ്രമിച്ചു, പക്ഷേ സാധിച്ചില്ല. അയാളുടെ മയ്യത്തിനെ തീ ഒന്നും ചെയ്യുന്നില്ല. അദ്ദേഹം തനി വെള്ള നിറത്തിന് മാറ്റം വന്നില്ല. എന്നാണ് ഇതിന് കാരണമെന്ന് ചോദിച്ചു. സഅദുൻ പറഞ്ഞു, അയാൾ 3 ഹജ്ജ് ചെയ്തിരിക്കാം. കാരണം എനിക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഒരാൾ 1 ഹജ്ജ് ചെയ്താൽ കടമ വീടി, 2 ചെയ്താൽ റബ്ബിന് വഴങ്ങി, 3 ചെയ്താൽ നരകാഗ്നി അയാൾക്ക് തൊലിയിലും മുടിയിലും ഹറാമായി. ഷെയ്ഖ് മുഹമ്മദ് മുൻകദിർ 333 ഹജ്ജ് ചെയ്തു. ഒടുവിലെ ഹജ്ജിൽ അറഫയിൽ വെച്ച് അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു, തമ്പുരാനെ, ഞാൻ 333 ഹജ്ജ് ചെയ്തു. ആദ്യത്തേത് എൻ്റെ കടമ, രണ്ടാമത്തേത് എൻ്റെ ശിക്ഷ ഒഴിവാകാൻ. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നത് ഒരാൾക്ക് 333 ഹജ്ജ് ചെയ്യാൻ കഴിയില്ല. ഹജ്ജ് വർഷത്തിൽ ഒന്നേ ഉള്ളൂ. 333 ഉംറയാണ് എന്നാണ് അധിക പണ്ഡിതന്മാരും നമുക്ക് വിശദീകരിച്ച് തരുന്നത്. രണ്ടാമത്തേത് എൻ്റെ ശിക്ഷ ഒഴിവാകാൻ, മൂന്നാമത്തേത് എൻ്റെ ഉമ്മാക്ക്, ബാക്കി 300 എണ്ണവും എൻ്റെ വകയായി ഈ ഉംറയിൽ പങ്കെടുത്ത് അസാധുവായ ഉംറ ചെയ്യുന്നവർക്ക് വേണ്ടി ഞാനിതാ നീക്കി വെക്കുന്നു എന്നാണ്. അദ്ദേഹം അന്ന് അറഫ വിട്ട് രാത്രി മുസ്ദലിഫയിലെത്തി ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം. മുൻകതിരെ, ഔദാര്യത്തിൻ്റെ സൃഷ്ടാവിനോടാണോ നീ ഔദാര്യം കാണിക്കുന്നത്? ദാനത്തിൻ്റെ സ്രോതസ്സിലേക്കോ നീ ദാനം ചെയ്യുന്നത്? അള്ളാഹു ഇതാ പറയുന്നു, എൻ്റെ പ്രതാപവും മഹത്വവുമാണ് സത്യം. അറഫയിൽ നിൽക്കാൻ വിധിയുള്ളവർക്കെല്ലാം ഞാൻ അറഫയെ പടക്കുന്നതിന് 2000 കൊല്ലം മുമ്പ് പുറത്തു കൊടുത്തു കഴിഞ്ഞു. പോരെ? അള്ളാഹു തആല മക്ബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്യുന്നതിന് നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് ഹജ്ജിന് പോകുന്നവരുടെ ഹജ്ജും ഉംറയും മക്ബൂലും മബ്റൂറുമാക്കി തീർക്കട്ടെ. വാഹിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.